I called off my engagement 2 years ago. സോ ഞാൻ ഈ പോൾ ഇട്ടപ്പം കൂടുതൽ ആൾക്കാരും എൻ്റെ റിലേഷൻഷിപ്പ് സ്റ്റോറീസ് എന്നുള്ളത് വോട്ട് ചെയ്തത് എനിക്കറിയാം. ഈ ഒരു കാര്യം സംസാരിക്കും എന്ന് വിചാരിച്ചിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത്. ബട്ട് ലെറ്റ് മീ ടെൽ യു, ഇപ്പം ഞാൻ എൻ്റേതായ ലൈഫ് നിൽക്കുകയാണ് ആൻഡ് ഹീ ഈസ് ഇൻ ഹിസ് ഓൺ വേൾഡ്. സോ വെറുതെ ഇനിയിപ്പം ഞാൻ പറഞ്ഞ് കരിവാരി തേക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇറ്റ്സ് ലൈക്ക് ഓക്കെ, സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഐ ഹാവ് മൂവ്ഡ് ഓൺ. ഇനിയിപ്പം അതിനെക്കുറിച്ചിട്ട് വലുതായിട്ട് സംസാരിക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ല. അത് വേറൊന്നും കൊണ്ടല്ല, ഇപ്പം ലൈക്ക് വി ആർ ടു ഡിഫറെൻറ്റ് പീപ്പിൾ. എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല, കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഞങ്ങൾ തമ്മിൽ. സോ ഐ ജസ്റ്റ് ഹാഡ് ടു ടേക്ക് ദിസ് ഡിസിഷൻ. അതുകൊണ്ട് ഞാൻ എനിക്ക് കോൾ ഓഫ് ചെയ്യേണ്ടി വന്നു ഇത്. ആൻഡ് ഇതൊന്നുമല്ല പ്രശ്നം, ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാനിത് കല്യാണം ചെയ്യാം അല്ലെ കഴിക്കാം എന്ന് എത്തുന്നതൊരു സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, എനിക്ക് ആക്ച്വലി പണ്ടൊട്ടേ ഞാൻ പറയും എനിക്ക് കല്യാണം ഒന്നും കഴിക്കണം, എനിക്ക് കല്യാണം കഴിക്കണം. അപ്പം എൻ്റെ ഓർമ്മ വെച്ച നാൾ തൊട്ടിട്ട് ഞാൻ പറയും കേട്ടോ. അപ്പം ആൾക്കാർ പറയും ഓ ഇങ്ങനെ പറയണവരാണ് ആദ്യം കിട്ടുക എന്നൊക്കെ. അങ്ങനെ എനിക്ക് ജീവിതത്തിൽ വേറെ ഒരു റിലേഷൻഷിപ്പോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഓഫ് കോഴ്സ് ക്രഷും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അല്ലാണ്ട് ഒരു റിലേഷൻഷിപ്പ്, കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് എനിക്ക് ഉണ്ടായിട്ടേ ഇല്ല കേട്ടോ. ഈവൻ നൗ എനിക്കാകെ ഉണ്ടായിരുന്നത് ഒരെണ്ണം, ലൈക്ക് വെൻ വി ഗോട്ട് എൻഗേജ്ഡ്. അത് മാത്രമാണ് എൻ്റെ ലൈഫിലുള്ളൊരു റിലേഷൻഷിപ്പ് എന്ന് പറയാനുള്ളൊരു സംഭവം. അപ്പം അത് കഴിഞ്ഞ് ഞാൻ കോവിഡ് ടൈമിൽ അമ്മ എൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ ക്വാറൻറ്റൈൻ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്തെന്ന് പറയുമ്പം എൻ്റെ വീട്ടിൽ വൈഫൈ ഉണ്ടായിരുന്നില്ല. പിന്നെ വീട്ടിൽ പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് എല്ലാ സാധനങ്ങളും അവിടെ ഇവിടെ ഒക്കെ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് കഷ്ടിച്ചാണ്, കാരണം പെട്ടെന്നായിരുന്നു ഞങ്ങൾക്ക് കോളേജ് അടയ്ക്കുന്നതും വരേണ്ടി വരുന്നതും ഒക്കെ. അപ്പം ഞാനും എൻ്റെ അനിയനും വീട്ടിലില്ലാത്തത് കൊണ്ട് തന്നെ എൻ്റെ സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇട്ടേക്കുമായിരുന്നു. ബിക്കോസ് വീട്ടിൽ കുറേ പണി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും കിടക്കേണ്ട റൂം വെച്ചിട്ട് ബാക്കിയെല്ലാം ഫുൾ ഓക്യുപ്പൈഡ് വിത്ത് സാധനങ്ങളായിരുന്നു. അപ്പോഴാണ് ഞാൻ പോകുന്നത്. അപ്പം എനിക്കിങ്ങനെ ബോറടിച്ച്, വൈഫൈയും ഇല്ല, ഒന്നുമില്ല വീട്ടിൽ, ആകെ ഉള്ളത് 1 GB ഡേറ്റ. അപ്പം അമ്മ പറഞ്ഞു നീ മാട്രിമോണിയിലൊക്കെ കൊടുത്ത് നോക്ക്, നമുക്ക് നോക്കാമല്ലോ എന്നുള്ള രീതിക്ക് പറഞ്ഞു. അപ്പം ഞാനും വിചാരിച്ചു ഓക്കെ, എന്താണെങ്കിലും കോവിഡ് ടൈം ആണല്ലോ, അപ്പം നമുക്കൊന്ന് നോക്കിയേക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രൊഫൈലൊക്കെ ഉണ്ടാക്കി നമ്മളിങ്ങനെ നോക്കാനൊക്കെ തുടങ്ങി ചെക്കന്മാരെ. അപ്പം എനിക്ക് അപ്പോഴും ഈ കല്യാണം എന്ന് പറയുന്നത് ഒരു സീരിയസ് ആയിട്ടുള്ളൊരു സംഭവമേ അല്ല. ലൈക്ക് ഐ വിൽ ബി ലൈക്ക് ഓക്കെ അങ്ങനെയുള്ളൊരു പരിപാടിയായിരുന്നേ. എന്നിട്ട് എന്ത് പറ്റി, അമ്മയ്ക്കിങ്ങനെ കോള് വരും, അല്ലെങ്കിൽ ഞാനിങ്ങനെ ഈ ചൊവ്വാദോഷം അത് ഇത് എന്നൊക്കെ പറയല്ലോ, ശുദ്ധജാതകം. അപ്പോൾ എനിക്കറിയാം അതൊന്നും പറ്റില്ലാന്ന്. ആൻഡ് അമ്മയ്ക്ക് കുറച്ച് സംസാരിക്കാൻ പ്രശ്നമുണ്ട്. എന്ന് വെച്ചാൽ ഇങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ സംസാരിച്ചാൽ പോരെ, വെറുതെ ആരുടെങ്കിലും ഇങ്ങനെ സംസാരിക്കണ്ടല്ലോ. ഒരു ഇൻട്രോവേർട്ടൊന്നുമല്ല അമ്മ, പക്ഷെ എന്നാലും ആ ഒരു ഇതില്ലേ. അപ്പം ഞാനിങ്ങനെ അക്സെപ്റ്റ് ചെയ്യും, എനിക്കറിയാം ഇത് മാച്ച് ആവില്ല എന്ന്. അപ്പം അമ്മയ്ക്കുള്ള ടാസ്ക് പോലെ, കാരണം കോവിഡ് ടൈം ആയിരുന്നല്ലോ. അങ്ങനെയായിരുന്നു ഞാൻ ഇനീഷ്യലി ഈ ഒരു കല്യാണ ആലോചനയെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ആൻഡ് ദെൻ എന്ത് പറ്റിയെന്ന് വെച്ചാൽ എൻ്റെ സൂപ്പർവൈസർ, അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ അയാളെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത്, എന്നുവെച്ചാൽ അയാൾ ഓഫീസിലോട്ട് ഞങ്ങൾ പുറത്ത് നിൽക്കുകയാണ്. ആ സമയത്ത് ഞങ്ങൾ കേട്ടു സാറ് ഇങ്ങനെ ആരുടെ ഒരു റാൻഡം ആയിട്ടുള്ള ഒരാളെ വിളിച്ചിട്ട് പറയാണ് എൻ്റെ അമ്മയ്ക്ക് ഒന്ന് മരുന്ന് കൊടുക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ളത്. അതെനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് കയറി കൊണ്ടുവന്ന് വെച്ചാൽ, ഒരു പോയിന്റ് കഴിഞ്ഞാൽ, നമുക്ക് ലൈഫിലൊരു പോയിന്റ് കഴിഞ്ഞാൽ വി നീഡ് സം വൺ. ഓക്കെ, ഇപ്പം എനിക്ക് വേണ്ടി വരില്ല, ഇപ്പം ഐ എം ക്യാപ്പബിൾ ഓഫ് മൈസെൽഫ് എല്ലാം ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പം എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടാവും, റിലേറ്റീവ്സ് ഉണ്ടാവും. പക്ഷേ ആഫ്റ്റർ എ സർട്ടൻ ഏജ്, ലൈക്ക് ഞാനൊരു 40-50 ഒക്കെ എത്തുമ്പം മേ ബി ഐ നീഡ് സം വൺ. ഓക്കെ, അപ്പോൾ ആ ഒരു സമയത്ത് ചിലപ്പോൾ നമുക്കിങ്ങനെ ആൾക്കാരെ കിട്ടിയെന്ന് വരില്ല. അപ്പം ഈ റിയാലിറ്റി ഹിറ്റ് മീ സോ ഹാർഡ് ദാറ്റ് ഞാൻ ആ ഒരു മൊമെൻറ്റിൽ ഡിസൈഡ് ചെയ്തു ഓക്കെ ഐ വിൽ ടേക്ക് ദിസ് തിങ് സീരിയസ്ലി എന്നും പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ അമ്മയുടെ അച്ഛൻ്റെ അടുത്തും പറഞ്ഞു നിങ്ങൾ നോക്കിക്കോ, ഇനി ഞാൻ കുറ്റക്കേടൊന്നും കാണിക്കൂല, ഇനി ഞാൻ സീരിയസ് ആയിട്ട് തന്നെ സംസാരിച്ച് നോക്കിക്കോളാം എന്നുള്ളത് ഞാൻ പറഞ്ഞു. അങ്ങനെ ആയപ്പോഴാണ് എനിക്ക് ആക്ച്വലി ഞാൻ കണ്ട ഫസ്റ്റ് ആളാണ് ഇയാൾ. എന്ന് വെച്ചാൽ മുന്നേ ആൾക്കാരുടെ അടുത്ത് ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് ഇങ്ങനെ പ്രപ്പോസൽസ് ഒക്കെ വന്നപ്പം, അല്ലാണ്ട് ഡയറക്റ്റ് കണ്ടിട്ട്
സംസാരിക്കുന്നത് ഫസ്റ്റ് ടൈം ആയിരുന്നു. അപ്പം എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല. ബിക്കോസ് നമ്മൾ എന്താ നോക്കുക, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഫാമിലി ആയിട്ട് സിങ്ക് ആവോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ നോക്കുള്ളൂ ഇനീഷ്യലി. ലൈക്ക് അല്ലെങ്കിൽ ഫസ്റ്റ് ടോക്കിൽ അല്ലെങ്കിൽ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നുള്ള പരിപാടിയൊന്നും വരില്ലല്ലോ. മീൻ അറ്റ്ലീസ്റ്റ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നോക്കിയപ്പോൾ ഓക്കെ. പക്ഷേ എനിക്കറിയില്ല ഹൗ ടു സേ യെസ് ഓർ നോ. ലൈക്ക് എന്ത് ബേസിസിലാണ് നമ്മൾ ഒരാളുടെ അടുത്ത് ഓക്കെ ആണ് അല്ലെങ്കിൽ ഓക്കെ അല്ല എന്നുള്ളത് പറയേണ്ടതെന്ന് അറിയില്ല. കാരണം നോക്കിയപ്പം ഈ കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരുന്നു, എക്സ്റ്റേണൽ ഫാക്ടേഴ്സൊക്കെ ഓക്കെ ആയിരുന്നു. പുള്ളിക്കാരൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ലൈക്ക് വെൻ ഹി ടോക്ഡ് അബൌട്ട് ഇറ്റ്, അതെനിക്ക് ഓക്കെ ആയിരുന്നു. ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ലൈക്ക് ഫോർ എക്സാമ്പിൾ ലൈക്ക് ഞാനപ്പോൾ PhD ചെയ്യായിരുന്നു, എനിക്ക് പോസ്റ്റ് ഡോക്ക് ചെയ്യണം, അപ്പോൾ എനിക്ക് പുറത്തിങ്ങനെ വരണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ നമ്മൾ ഫസ്റ്റ് ഡേ ഒക്കെ സംസാരിക്കാം. അപ്പം അങ്ങനെ പിന്നെ എൻഗേജ്മെൻറ്റ് വരെ അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. എൻഗേജ്മെൻറ്റ് കഴിഞ്ഞപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഐ എം നോട്ട് ഗെറ്റിംഗ് ഇൻ ടു ദാറ്റ്. സോ ഒരു പോയിന്റ് എത്തിയപ്പോൾ ഐ ഹാഡ് ടു ടേക്ക് ദിസ് ഡെസിഷൻ. അറേഞ്ച്ഡ് മാരേജ് ചെയ്യാൻ പോകുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, എസ്പെഷ്യലി ഗേൾസിൻ്റെ അടുത്താണെങ്കിൽ, നിങ്ങൾ മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യുക അവരുമായിട്ട്. നിങ്ങൾക്ക് പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നോക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം പിന്നെ ആൾക്കാർ മോശമാവണമെന്നൊന്നുമില്ല, പക്ഷെ നമുക്ക് എല്ലാ നല്ല ആൾക്കാരെയും നമുക്ക് പറ്റണമെന്നില്ല. ആസ് ഇൻ ഇപ്പം ചില ആൾക്കാർക്ക് ചില കാര്യങ്ങളുണ്ടാവും ചെയ്യുന്നത്, വേറെ ചില ആൾക്കാർക്ക് വേറെ ചില കാര്യങ്ങളുണ്ടാവും. അപ്പം നമ്മൾ മാക്സിമം നോക്കേണ്ടത് കോമ്പാറ്റബിലിറ്റിയാണ്. അല്ലാണ്ട് ആൾക്കാർ എത്ര നല്ലതാണ്, നല്ല ജോലി, ഫിനാൻഷ്യൽ, ഐ മീൻ ഇതൊക്കെ ഒരു ഫാക്ടറാണ്. പക്ഷേങ്കിൽ എബവ് ഓൾ നമ്മൾ നോക്കണത് നമുക്ക് പറ്റുന്ന ആളാണോ അല്ലെങ്കിൽ അയാൾക്ക് പറ്റുന്ന ആളാണോ നമ്മൾ എന്നുള്ളത് നോക്കിയിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ എൻ്റെ കേസിൽ എൻഗേജ്മെൻറ്റ് വരെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അതിന് ശേഷമാണ് പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ നമുക്കിങ്ങനെ ഒരുമിച്ച് നമ്മൾ കുറേ എന്താ പറയുക ട്രാവൽ ചെയ്യുകയും മീറ്റ് ചെയ്യുകയൊക്കെ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി ലൈക്ക് എനിക്ക് പ്രശ്നങ്ങളുണ്ടായിരുന്നു, എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യം വീട്ടിൽ പറഞ്ഞപ്പം കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അവരെന്താ വിചാരിക്കുന്നത്, യൂഷ്വൽ കപ്പിൾ പോലെയുള്ള പ്രശ്നങ്ങളായിരിക്കുന്നു. പക്ഷേ ഒരു പോയിന്റ് എത്തിയപ്പോൾ അവർക്കും മനസ്സിലായി. അവരെന്നെ എൻ്റെ അടുത്ത് പറഞ്ഞത് അവർ സപ്പോർട്ട് ചെയ്തു എൻ്റെ ഡിസിഷന്. ഇതിനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള രീതിക്ക് ലൈക്ക് വി ഹാവ് ഡിസൈഡഡ്. ആൻഡ് ദെൻ അപ്പോൾ ഉള്ള പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ചാൽ ലെക്സി. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഞാൻ എൻ്റെ തീസിസ് എഴുതുന്ന സമയമായിരുന്നു അത്. ഒന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങൾ 4 വർഷം നിങ്ങളുടെ PhDക്ക് സ്പെൻഡ് ചെയ്തിട്ട് യു ആർ റൈറ്റിംഗ് ദ തീസിസ്. ആൻഡ് ദെൻ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് ഈ ഒരു ഇതിൽ ലൈക്ക് എൻ്റെ സെപ്റ്റംബറിലേക്ക് ആ വർഷത്തെ സെപ്റ്റംബറിലേക്ക് എൻ്റെ കല്യാണം ഫിക്സ് ചെയ്തതായിരുന്നു. ഓക്കെ. ആൻഡ് എനിക്ക് തോന്നുന്നു മാർച്ച് ടൈമിൽ എന്തോ ആണ് ഒഫീഷ്യലി ഐ മീൻ ഞാൻ ഡിസൈഡ് ചെയ്തത് ഓക്കെ എനിക്ക് പറ്റില്ല. പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ അതിന് മുന്നേ ലൈക്ക് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞൊരു 2-3 മന്ത്സിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആരെയും കുറ്റം പറയുക ഒന്നുമല്ല ഈ വീഡിയോയിലൂടെ. എനിക്ക് അങ്ങനെയൊന്നുമില്ല, എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല, അത്രയും ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, ഐ ഡോണ്ട് വോണ്ട് ടു ഗെറ്റ് ഇൻ ടു എനി ഓഫ് ദി അതർ സ്റ്റഫ്സ്. സോ ഇത് കഴിഞ്ഞിട്ട് എന്തായിരുന്നു എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ PhD ഒരു സൈഡിൽ നിൽക്കുകയാണ്, പേഴ്സണൽ ലൈഫ് ഒരു സൈഡിൽ നിൽക്കുകയാണ്. എനിക്കാണെങ്കിൽ എൻ്റെ കോളേജിൽ ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഒന്ന് പറഞ്ഞ പോലെ തന്നെ 2 ആൾക്കാർ ഗേൾസിൽ ഫ്രണ്ട്സ് ഉള്ളൂ. ഓക്കെ, ബാക്കിയൊക്കെ ബോയ്സാണ്. അപ്പം എൻ്റെ റൂംമേറ്റും പിന്നെ വേറെ എൻ്റെ അടുത്തുള്ളൊരു റൂമിലുള്ള കുട്ടിയാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയണത് കോളേജിൽ. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിത് ബ്രേക്കപ്പ് ചെയ്തു എന്ന് പറഞ്ഞ് ഡിസൈഡ് ചെയ്ത്, അതൊരു കൗൺസിലർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒഫീഷ്യലി ഇനി പറ്റില്ല എന്നുള്ള രീതിക്കൊക്കെ പറഞ്ഞിട്ട് നിൽക്കുമ്പോൾ ആ ദിവസം ഓക്കെ. അപ്പോൾ ആ ടൈമിൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻ്റ് ആയിരുന്നു. പിന്നെ മറ്റേ ബെസ്റ്റ് ഫ്രണ്ട് വീട്ടിൽ അവിടെ ഉണ്ടായിരുന്നില്ല, അവൾ വേറെ കോൺഫറൻസിന് എന്തോ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ദ തിങ് ഈസ് എനിക്ക് ആരടുത്തും പറയണ്ട ഇത് എന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഓഫ് കോഴ്സ് എനിക്ക് പറയും ഞാൻ. പക്ഷെ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട് ഒരു നല്ല കാര്യത്തിന് വേണ്ടി പോയിരിക്കുക. ഓക്കെ, ലൈക്ക് ഷീ ഈസ് ഗെറ്റിംഗ് എൻഗേജ്. അതിൻ്റെ ഇടയിൽ എൻ്റെ ഒരു കാര്യം കൊണ്ടുപോയിട്ട് കുത്തിക്കയറ്റേണ്ട ആവശ്യമില്ലല്ലോ. അതുപോലെ തന്നെ മറ്റേ കുട്ടി ഇങ്ങനെ കോൺഫറൻസിനൊക്കെ പോയിരിക്കുകയായിരുന്നു. ബട്ട് ദാറ്റ് ടൈം ഐ വാസ് സൂപ്പർ എന്താ പറയുക ഡൗൺ ആയിട്ടുള്ള, എൻ്റെ ലൈഫിൽ ഞാൻ ഇത്രയും ഡൗൺ ആയിട്ടുള്ള ഒരു പീരീഡ് ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ ആലോചിക്കുമ്പം എൻ്റെ പാരൻസ് എങ്ങനെ നമുക്കറിയാലോ, നമ്മളൊരു കേരള ഒരു ചുറ്റുപാടെന്നൊക്കെ വരുമ്പം എന്താ പറയുക, ആൾക്കാരിങ്ങനെ എന്ത് പറയും,
എൻ്റെ പാരൻസ് എങ്ങനെ അത് ഡീൽ ചെയ്യും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു കൂടുതലും എനിക്കുണ്ടായിരുന്നത്. ഓക്കെ, എൻ്റെ എൻ്റെ ക്വസ്റ്റ്യൻസ് എന്നെക്കാളും കൂടുതൽ ഇതൊക്കെയായിരുന്നു എൻ്റെ കൺസേൺസ്. പിന്നെ എനിക്കുള്ളൊരു ഇതെന്താന്ന് വെച്ചാൽ, എനിക്കെന്താണ് ഇത് സംഭവിച്ചത്? കാരണം ഇതുവരെ എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നില്ല. ഈ പറഞ്ഞ പോലെ ക്രഷും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അല്ലാണ്ട് ഇങ്ങനൊരു റിലേഷൻഷിപ്പ് എന്ന് പറയാൻ എനിക്ക് ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ എപ്പോഴും വേറെ പല ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആയിരുന്നു, എക്സ്ട്രാ കരിക്കുലർ. അപ്പോൾ എനിക്ക് ഇതൊക്കെ ഒരു വേസ്റ്റ് ഓഫ് ടൈം ആയിട്ടായിരുന്നു ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇങ്ങനെയൊക്കെ ആയി കഴിഞ്ഞ് തീസിസ് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് തീസിസ് നമുക്കിങ്ങനെ, ഞാൻ മെസ്സിൽ പോലും പോകാറില്ല. എന്ന് വെച്ചാൽ എൻ്റെ ഫേസ് ജനറലി ഭയങ്കര എക്സ്പ്രസീവാണ്. എനിക്ക് സങ്കടമാണെങ്കിൽ എൻ്റെ മുഖത്തത് റിഫ്ലക്റ്റ് ചെയ്യും, സന്തോഷമാണെങ്കിൽ എൻ്റെ മുഖത്തത് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് എനിക്ക് അറിയാത്ത ആൾക്കാർ പോലും ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ അധികം നമ്മൾ ജസ്റ്റ് കണ്ട് ഹായ് ബായ് പറയുന്ന ആൾക്കാർ പോലും ഇല്ലേ. അപ്പോൾ ഞാൻ ഇങ്ങനെ മെസ്സിലൊക്കെ പോകുമ്പോൾ അവരിങ്ങനെ എൻ്റെ അടുത്ത് ചോദിക്കും, എന്ത് പറ്റി, നീ എല്ലാം ഓക്കെ അല്ലേ, നീ എന്താ ഭയങ്കര സാഡായിട്ടിരിക്കണം. അപ്പം എനിക്ക് ക്വസ്റ്റ്യൻസ് കേൾക്കുമ്പോഴൊക്കെ കൂടുതൽ സങ്കടം. ഞാൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങാറുണ്ടായിരുന്നില്ല, ഞാൻ എപ്പോഴും റൂമിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ടാണ്. അല്ലെങ്കിൽ ഞാൻ സാറ്റർഡേ സൺഡേ പോലും ഞാൻ ലാബിൽ പോകും. ഓക്കെ, ഒരു പണിയില്ലെങ്കിൽ, കാരണം എനിക്ക് എൻ്റെ കംഫർട്ട് സ്പേസ് ആയിരുന്നു ആ ലാബ് എന്ന് പറയുന്നത്. അപ്പം ഞാനിങ്ങനെ ഇപ്പോൾ ഒന്നും ചെയ്യാനില്ലെങ്കിൽ കൂടെ ഞാൻ ലാബിൽ പോയിട്ടിരിക്കുമായിരുന്നു. അങ്ങനെയായിരുന്നു ഞാൻ PhD ടൈമിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഞാൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങാണ്ടായി, മെസ്സിൽ പോകാണ്ടായി, സൊമാറ്റോ ഓർഡർ ഞാൻ ചെയ്യാം, ലൈക്ക് അതും ഒരു നേരമൊക്കെ ഓർഡർ ചെയ്യാം. അപ്പോൾ കാരണം എനിക്ക് ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് കരച്ചിൽ വരാൻ വേണ്ടി തുടങ്ങുവേ. എന്നിട്ട് ആക്ച്വലി ഞങ്ങൾക്ക് സൊമാറ്റോ ഒന്നും ഉള്ളിൽ അലൗഡ് അല്ല, പക്ഷെ എനിക്ക് സെക്യൂരിറ്റി ചേട്ടന്മാരെ കുറേ അറിയാം. അപ്പോൾ അവർ ഞാനൊക്കെ നല്ല കമ്പനിയാണ്. അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ പറയും, എനിക്ക് വയ്യ, എനിക്ക് അത് ഉള്ളിൽ വിടുമോ എന്നുള്ള രീതിക്കൊക്കെ ചോദിച്ച് അവരൊക്കെ അങ്ങനെയൊക്കെ ഉള്ളിൽ വിട്ടിട്ടുണ്ട്. അവരടുത്തൊക്കെ സോ മെനി താങ്ക്സ്. ഓക്കെ, കാരണം ആ സമയത്ത് എനിക്ക് അറിഞ്ഞുകൂടാ. അതും കൂടെ ലൈക്ക് നമുക്ക് ചെറിയ ചെറിയ കാര്യം മതിയല്ലോ, അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വിഷമം വരാനായിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന സമയത്ത്. അപ്പം അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞ് എനിക്കൊരു ദിവസം എനിക്ക് അറിഞ്ഞൂടാ വാട്ട് ഹാസ് ഗോട്ട് മീൻ ടു മീ എന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു ദിവസം ഞാൻ ഒറ്റയ്ക്ക് ബസ്സിൽ ട്രാവൽ ചെയ്തിട്ട് അങ്ങനെ ഈ ജൂബിലി ഹിൽസിൽ എന്തോ പോയി, അവിടുത്തെ പബ്ബിൽ പോയി ഒറ്റയ്ക്ക്. ഞാൻ ഇപ്പോഴേക്ക് ആലോചിക്കുമ്പോൾ എന്ത് ക്രേസി ആയിട്ടുള്ള കാര്യങ്ങളാണ്. എനിക്കിനിപ്പം വൈ ഡിഡ് യു ഡൂ ദാറ്റ് എന്നുള്ളൊരു ഇതാണ്. ഓക്കെ, എന്നിട്ട് പബ്ബിൽ പോയിട്ട് ഐ ജസ്റ്റ് നീഡ് എ ക്രൗഡ്. എന്നെ അറിയാത്തൊരു ക്രൗഡ് എനിക്ക് വേണമായിരുന്നു. അപ്പോൾ അങ്ങനെ എന്നിട്ട് ഞാൻ അവിടെ പോയി, ലൈക്ക് ഒരു ഗേൾസ് എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു കുട്ടി എന്തോ വീഴാൻ പോയപ്പം ഞാനെന്തോ പിടിക്കുകയോ ഹെൽപ്പ് ചെയ്യുകയോ എന്തോ ചെയ്തു കേട്ടോ, വാഷ്റൂമിൽ ഉള്ളപ്പം. അപ്പോൾ ആ കുട്ടി എന്നെ ഹഗ് ചെയ്തു കേട്ടോ. ഐ മീൻ ദാറ്റ് ഹഗ് എനിക്ക് അറിഞ്ഞൂടാ, നിങ്ങൾക്ക് അറിയാമെന്ന് അറിയുമ്പോൾ നമ്മളിങ്ങനെ ഭയങ്കര ഇതായിട്ടിരിക്കുമ്പോൾ നമുക്ക് ഒരു ഹഗ്ഗൊക്കെ ലൈക്ക് ഇറ്റ് ക്യാൻ റിലീവ് എ ലോട്ട്. ലൈക്ക് എന്താ പറയുക, നമുക്ക് കുറേ ഒരു റിലീഫ് കിട്ടും അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന സമയത്ത്. എനിക്ക് ആ കുട്ടി ആരാന്ന് പോലും അറിയില്ല, എനിക്കിപ്പോഴും മുഖം പോലും ഓർമ്മയില്ല, ബട്ട് ഐ റിമെമ്പർ ദിസ് ഇൻസിഡൻറ്റ്. ആ കുട്ടി ലൈക്ക് ഇങ്ങനെ ചുമ്മാ യു ഗേൾ യു ആർ സോ സ്വീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ ഹഗ് ചെയ്തത്. ബട്ട് അതെനിക്ക് ഭയങ്കര ഒരു റിലീഫായിരുന്നു. ഓക്കെ, ആൻഡ് ദെൻ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ തന്നെ മെല്ലനെ ഓവർകം ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഇപ്പം മറ്റുള്ളവരുടെ എത്ര മോട്ടിവേഷൻ കേട്ടാലും എന്ത് കേട്ടാലും എനിക്ക് വരാൻ പറ്റില്ല, ഞാൻ തന്നെ ഡിസൈഡ് ചെയ്യണം. പക്ഷെ ആ ഒരു സമയത്തുള്ള എൻ്റെ ഒരു വലിയൊരു പ്രശ്നം എന്തായിരുന്നെന്ന് വെച്ചാൽ, ഞാൻ തീസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മേ ബി എനിക്കൊന്ന് ജസ്റ്റ് ഒന്നൊരു 2 ദിവസം മാറി നിന്നാൽ മതിയാവുമായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതിയാവുമായിരിക്കും. പക്ഷെ ആ ഒരു ടൈമിൽ എനിക്കത് പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. ഞാൻ ബാഡ്മിൻ്റൺ കളിക്കാൻ പോകാറുണ്ടായിരുന്നു, പക്ഷെ അത് ഞാൻ നിർത്തി. കാരണം അവിടെ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, ഇപ്പം ചെക്കന്മാരൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ എനിക്കിതൊന്നും പബ്ലിക്കലി ഇപ്പോൾ പറയേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല, വെറുതെ അവിടെ ഒരു ടോക്ക് ആക്കണ്ടല്ലോ എന്നും പറഞ്ഞിട്ട്. സോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മുന്നത്തെ വീഡിയോയിൽ കുറേ ഗേൾസ്. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് ഐ ഡോണ്ട് വോണ്ട് ടു ബി ദെയർ ടോപ്പിക്. അതുകൊണ്ട് തന്നെ എനിക്കതൊന്നും സംസാരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആരുടെടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഈ ക്ലോസ് ഫ്രണ്ട്സിന് മാത്രം, എൻ്റെ ഈ ഗേൾസിനും പിന്നെ കുറച്ചൊരു 2-3 ബോയ്സിനും മാത്രമേ ഈ കാര്യങ്ങൾ അറിയുന്നുണ്ടായിരുന്നുള്ളൂ, ഞാനിങ്ങനെ കോൾ ഓഫ് ചെയ്ത കാര്യങ്ങളൊക്കെ. എന്നിട്ടും എനിക്ക് ഇതൊക്കെ ഞാൻ അവരുടെ അടുത്ത് കുറേ മാസങ്ങൾ കഴിഞ്ഞ് എൻ്റെ ഫ്രണ്ട്സ് ഇങ്ങനെ നീ എന്താ പുറത്ത് വരാതെ അങ്ങനെയൊക്കെ ചോദിച്ച് ഞാനൊന്നും പറഞ്ഞിട്ടില്ല അപ്പോഴും. അപ്പം എൻ്റെ കയ്യിൽ റിങ് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ റിങ് ഇല്ലാത്തപ്പോൾ എൻ്റെ അടുത്ത് അവൻ നീ സത്യം പറയും ഇങ്ങനെയല്ലേ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവൻ എന്നെ പൊക്കിയപ്പോഴാണ് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞതൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നുള്ളത്. അതുവരെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ദെൻ ആ സമയത്ത് എനിക്ക് അറിയാത്തൊരു ക്രൗഡ് വേണമായിരുന്നു. ഓക്കെ, അറിയാത്ത
എന്നെ അറിയാത്ത ലൈക്ക് ഞാൻ ഇപ്പം എങ്ങനെയാണോ ലൈക്ക് ആ ഒരു സമയത്ത് അവരുടെ അടുത്ത് എങ്ങനെയാണോ അതായിരിക്കുമല്ലോ അവർക്കറിയണം ഞാൻ എന്ന് പറയുന്നത്. കാരണം അല്ലാത്ത ഞാൻ ഇങ്ങനെ കുറേ സംസാരിക്കും, ഭയങ്കര എനർജറ്റിക് ആണ്, അങ്ങനത്തെ ഉള്ളൊരു ഇതാണ്. അപ്പോൾ അതിൽ നിന്ന് പെട്ടെന്നൊരു ഡിഫറൻസ് വരുമ്പോൾ ആൾക്കാർ ഒബ്വിയസ്ലി നോട്ടീസ് ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഞാനിങ്ങനെ എന്താ ചെയ്യുക, എനിക്ക് അറിയാത്ത കുറച്ച് ആൾക്കാരുടെ അടുത്ത് സംസാരിക്കാൻ വേണമായിരുന്നു. ഓക്കെ, കാരണം എൻ്റെ ഈ സ്റ്റോറീസ് ഒന്നും അറിയാത്ത നീ ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോഴാണ് കൂടുതൽ പ്രശ്നം. ഓക്കെ, നമ്മളിങ്ങനെ ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് നീ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് കൂടുതൽ സങ്കടമാവുമല്ലേ ചെയ്യുക. അപ്പം ഞാൻ അങ്ങനെ ആയി ഇങ്ങനെ തപ്പുകയാണ്. അപ്പം ഞാൻ ഇങ്ങനെ തപ്പിയപ്പോൾ എനിക്കാണെങ്കിൽ ഈ ഡേറ്റിംഗ് ആപ്സ് ഞാൻ അന്നേ വരെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ, എൻ്റെ ജീവിതത്തിൽ അപ്പം വരെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് ആകെ അറിയുന്നത് ഈ ആഡൊക്കെ കണ്ടിട്ട് ലൈക്ക് ടിൻഡറും ബമ്പിളും ഒക്കെയാണ്. അപ്പം എനിക്കറിയാം, പക്ഷെ അത് എന്ന് പറയുന്നത് അത്ര നല്ലൊരു ആപ്പൊന്നും അല്ല. എന്ന് വെച്ചാൽ അതൊക്കെ കൂടുതൽ ആൾക്കാർ ഹുക്കപ്സ്, അങ്ങനെ വൺ നൈറ്റ് സ്റ്റാൻഡ് അങ്ങനെയൊക്കെ യൂസ് ചെയ്യണം. അപ്പം എനിക്ക് അങ്ങനത്തെ ഒരു ഉദ്ദേശവും ഇല്ല. ഓക്കെ, ആൻഡ് ദെൻ അപ്പം ഞാൻ പക്ഷെ എന്താ ചെയ്യുക, എന്നാലും എനിക്ക് എന്താ പറയുക, അറിയാത്ത കുറച്ച് ആൾക്കാർ വേണം എന്നുള്ള രീതിക്ക് ഞാനിങ്ങനെ ഇൻസ്റ്റാൾ ചെയ്താൽ ഇങ്ങനെ പ്ലേ സ്റ്റോറിൽ ഇങ്ങനെ അടിച്ച് വെച്ചു കേട്ടാ. അപ്പോഴാണ് അതിന് താഴെ ഞാൻ വേറൊരു ആപ്പിൻ്റെ സജഷൻ കാണുന്നത്. ആ ആപ്പിൻ്റെ പേരാണ് ബൂ. അപ്പോൾ അതിൽ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ഡേറ്റിംഗ് എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, എന്നാൽ എനിക്ക് ഇത് മതി. കാരണം എനിക്ക് ഡേറ്റ് ചെയ്യാൻ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. ഐ നീഡ് സമ്മൺ ഹു എന്നെ അറിയാത്ത കുറച്ച് ആൾക്കാർ എനിക്ക് വേണമായിരുന്നു, അവരുടെ സ്റ്റോറീസ്. അപ്പം ഞാൻ അതിൽ ക്യാപ്ഷനിൽ മെൻഷൻ ചെയ്തു ഞാനിങ്ങനെ ഡേറ്റിങ്ങിനും അങ്ങനെയൊന്നുമല്ല ഞാൻ നോക്കുന്നത്, ഐ നീഡ് ടു ലിസൺ ടു യുവർ സ്റ്റോറീസ്, അങ്ങനെ എക്സ്പീരിയൻസസ് അങ്ങനെയൊക്കെ ഉള്ളത്. പക്ഷെ ലക്കിലി ഞാൻ പറയട്ടെ, എനിക്ക് അവിടുന്ന് കുറച്ച് ഒരു 4-5 നല്ല ആൾക്കാരെ കിട്ടിയിട്ടുണ്ട്. അതിന് പല ഫീൽഡിലുള്ള ആർട്ട് ഡയറക്ടർ, അസിസ്റ്റൻറ്റ് ഡയറക്ടർ, പിന്നെ ഫുഡ് വ്ളോഗർ, പിന്നെ ആരായിരുന്നു, പിന്നെ ആസ്ട്രോ ഫിസിക്സിൽ ഇൻട്രസ്റ്റ് ഉള്ളവർ, ആസ്ട്രോളജിയിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ. അപ്പോൾ അങ്ങനെ ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്കത്. കാരണം ഞാൻ ഓൾറെഡി അത് എക്സ്പ്ലിസിറ്റ്ലി മെൻഷൻ ചെയ്തത് കൊണ്ട് തന്നെ ലൈക്ക് എനിക്കങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് നല്ല ആൾക്കാരെ ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ഗുഡ്. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഞാൻ ഇതൊക്കെ കഴിഞ്ഞ് ഒരു സോളോ ട്രിപ്പ് ഞാൻ ചെയ്തു. ഓക്കെ, അതായത് PhD തീസിസ് ഞാൻ എൻ്റെ സാറിന് എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ സബ്മിറ്റ് ചെയ്തതിൻ്റെ വെരി നെക്സ്റ്റ് ഡേ ഞാൻ ഒരു സോളോ ട്രിപ്പ് അടിച്ചു ഫോർ 2 weeks ഫുൾ തമിഴ്നാട്, ലൈക്ക് പോണ്ടിച്ചേരി, അരോവില്ലി, ചിദംബരം, കുംഭകോണം, തഞ്ചാവൂർ, കോയമ്പത്തൂർ, പൊള്ളാച്ചി, വാൽപ്പാറൈ. അപ്പം ഇങ്ങനെയുള്ള ഇത്രയും സ്ഥലങ്ങൾ ഞാൻ ലൈക്ക് ട്രാവൽ ചെയ്തു. ലൈക്ക് ഇൻ ബിറ്റ്വീൻ എൻ്റെ ഒരു ഫ്രണ്ടും ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ട്രിപ്പിലുള്ളൊരു 3rd day ഒക്കെയാണ് ഞാൻ ചിദംബരത്തുള്ള ടൈമിൽ അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോഴാണ് ഞാനൊന്ന് എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് എന്തൊക്കെയോ ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുറത്ത് പോകണ ഒരു ഫീലായിരുന്നു. ബട്ട് യെസ്, ദീസ് തിങ്സ് ഹാപ്പൻഡ്. അപ്പം ഇപ്പം എൻ്റെ ഇതിൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴും ഞാൻ ഓക്കെ ആണോ എന്ന് വെച്ചാൽ ഞാൻ മറ്റുള്ള എല്ലാ കാര്യത്തിലും ഓക്കെയാണ്. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു ലൈക്ക് എനിക്ക് അറിഞ്ഞോണ്ടോ, എനിക്ക് ആ ഒരു റൈറ്റ് പേഴ്സൺ എന്നുള്ള ഒരു രീതിക്ക് കാണാണ്ട് എനിക്ക് ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ഗെറ്റിംഗ് മാരീഡ് എനിക്ക് അങ്ങനെ കല്യാണം ചെയ്യേണ്ട താല്പര്യമില്ല. ഐ നീഡ് ദ റൈറ്റ് പേഴ്സൺ അറ്റ് ദ റൈറ്റ് ടൈം. ആരെങ്കിലും അങ്ങനെ കിട്ടുവാണെങ്കിൽ ലൈക്ക് ഞാനിങ്ങനെ കല്യാണത്തിന് എഗെയിൻസ്റ്റ് ഒന്നും അല്ല. എന്ന് വെച്ചാൽ എനിക്ക് കല്യാണമൊന്നും കഴിക്കണ്ട, ഞാൻ ദ കൈൻഡ് ഓഫ് ഫെമിനിസ്റ്റ് ആണ്. നോ, ഐ എം നോട്ട് സമൺ ലൈക്ക് ദാറ്റ്. ഓഫ് കോഴ്സ് ഐ എം എ ഫെമിനിസ്റ്റ്, പക്ഷേങ്കിൽ കല്യാണം കഴിക്കില്ല എന്നൊന്നും പറയുന്ന ഒരാളല്ല. സോ ഈ പറഞ്ഞ പോലെ തന്നെ റൈറ്റ് പേഴ്സൺ അറ്റ് ദ റൈറ്റ് ടൈം വന്നാൽ I'm happy, like I'll be thinking of getting married or anything like that. എനിക്കിതിൽ ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയാനുള്ളത് എൻ്റെ കസിൻസിൻ്റെ അടുത്തും ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞാനങ്ങനെ ആരുടെ അടുത്തൊന്നും സംസാരിക്കാറൊന്നും ഉണ്ടായിരുന്നില്ല. ആക്ച്വലി ഞാൻ എപ്പോഴും വീട്ടിൽ വിളിക്കാറുള്ള ഞാൻ ആ ഒരു പീരീഡിൽ, കാരണം എനിക്ക് അവരുടെ തീസിസ് ഒരു ഭാഗത്ത്, ഞാൻ പറഞ്ഞല്ലോ ബ്രേക്കപ്പ് ഒരു ഭാഗത്ത്. അപ്പം അങ്ങനെ ആയ സമയത്ത് എനിക്ക് ലൈക്ക് ഐ റിയലി റിമെമ്പർ ദാറ്റ് തിങ്. ഇപ്പോഴും എൻ്റെ ഒരു കസിൻ എനിക്ക് ടെക്സ്റ്റ് ചെയ്തതാട്ടോ,
ഏച്ചി എന്ത് ഡിസിഷൻ എടുത്തു എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ ഏച്ചി എന്ത് ഡിസിഷൻ എടുത്താലും അത് ശരിയായിരിക്കും, നമ്മൾ കൂടെ ഉണ്ടാകും എന്നവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കസിൻസ് മാത്രമല്ല, ഞാൻ വിചാരിച്ചു നാട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ പറയില്ലേ, ഓ അത് ഇത്. കാരണം എനിക്ക് ഫേസ് ചെയ്യേണ്ടി വരില്ല, കാരണം ഞാൻ എവിടെയാണ് ഹോസ്റ്റലിലായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത്, ഹൈദരാബാദിലായിരുന്നു. പക്ഷെ ഐ വാസ് തിങ്കിങ് അബൌട്ട് മൈ പാരൻസ്. ഓക്കെ, അപ്പോൾ ആ സമയത്ത് എനിക്ക് അതൊക്കെയായിരുന്നു എൻ്റെ ഒരു ടെൻഷൻ. അവരെങ്ങനെ ഫേസ് ചെയ്യും, അവരുടെ കാര്യങ്ങൾ എന്തെല്ലാം. ഈ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നത് കണ്ടിട്ട് നിങ്ങൾ കരയുന്നതാണെന്ന് തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ആക്ച്വലി ഞാൻ ഇപ്പോൾ ഇവിടെ വിൻ്റർ ആണല്ലോ, അപ്പോൾ എൻ്റെ കണ്ണ് ഡ്രൈ ആയിട്ട് വെള്ളം വരുന്നതാണ്. ഇത് ഞാൻ കരയുന്നതല്ല കേട്ടോ. ഓക്കെ, വാട്ട് എവർ. സോ ഇതാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി ഡു ഐ റിഗ്രറ്റ് ദിസ് ഡിസിഷൻ? ഒരിക്കലും ഇല്ല, എനിക്കൊരു റിഗ്രറ്റും ഇല്ല ഈ ഡിസിഷനിൽ. പക്ഷേ ലൈക്ക് ഞാൻ പറഞ്ഞല്ലോ, ലൈക്ക് എന്താ പറയുക, അവൻ്റെ ഫാമിലിയൊക്കെ അടിപൊളിയായിരുന്നേ. അപ്പോൾ ആ ഫാമിലി ആയിട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, അവൻ്റെ അമ്മേനെ അച്ഛനൊക്കെ. അത് ലൈക്ക് ഞാൻ മിസ് ചെയ്യുന്നുണ്ട്, ഓഫ് കോഴ്സ് ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. അല്ലാണ്ട് നമ്മുടെ റിലേഷൻഷിപ്പ് അങ്ങനെയൊന്നും മിസ് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ ഒരിക്കലും ഞാൻ മിസ് ചെയ്യുന്നില്ല. എനിക്കതിലൊരു റിഗ്രറ്റും ഇല്ല. ഇനി ഞാൻ കല്യാണമൊന്നും കഴിക്കില്ലായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഇരിക്കുകയായിരുന്നു. അപ്പം ഞാൻ വീട്ടിലൊരു ബോംബ് പൊട്ടിച്ചു. ഐ മീൻ സിംഗിൾ ആയിട്ട് തന്നെ ഇരിക്കും, പക്ഷേങ്കിൽ ഒരു ബോംബ് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ അമ്മയും അച്ഛനൊക്കെ പറഞ്ഞു, ബോംബ് എന്താണെന്ന് ഞാനിപ്പോൾ പറയില്ല, ലൈക്ക് അതിൻ്റെ ഫ്യൂച്ചറിൽ നടക്കുകയാണെങ്കിൽ ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ അമ്മയും അച്ഛനും പറയുന്നുണ്ടായിരുന്നു, നീ ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്ക്, നമുക്ക് മാട്രിമോണിയിൽ നോക്കാം, എന്നിട്ട് നീ കിട്ടൂല അങ്ങനെയാണെങ്കിൽ നീ ഇതുപോലെ ചെയ്തോ എന്നുള്ളതായിരുന്നു വീട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ശരി, ഞാൻ ട്രൈ ചെയ്യാം, പിന്നെ ട്രൈ ചെയ്യാണ്ട് ഇതാവണ്ട. അങ്ങനെ ഞാൻ വീണ്ടും മാർക്കറ്റിൽ ഇറങ്ങിയിരിക്കുകയാണ് ഗായ്സ്. ഞാനിപ്പോൾ മാട്രിമോണിയൽ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരു വർഷമായിട്ടില്ല കേട്ടോ, ഒരു 5-6-7 മാസമൊക്കെ ആയിട്ടുണ്ടാകുമായിരിക്കും ഞാൻ മാട്രിമോണിയിൽ ഉണ്ടായിട്ട്. ഞാൻ പറഞ്ഞില്ല, എനിക്കങ്ങനെ ആരുടെ ഒരു കണക്ഷൻ കിട്ടുന്നില്ല, നമുക്കുള്ള ഒരു ലവ് അറ്റ് ഫസ്റ്റ് ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല. എന്ന് വെച്ചാൽ എനിക്ക് സമയമെടുക്കും. എനിക്കാണെങ്കിൽ ഇപ്പം ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുമെന്ന് പറയുന്ന അവസ്ഥയാണ് എൻ്റെത്. ഇനിയിപ്പോൾ നല്ലൊരാളാണെങ്കിൽ ഞാൻ വിചാരിക്കും അയ്യോ. ആക്ച്വലി എനിക്കിവിടെ ഒരു പ്രപ്പോസൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇറ്റലിയിൽ ഉള്ള ടൈമിൽ തന്നെ, ഇറ്റലിയിൽ തന്നെയുള്ളൊരു ചെക്കൻ മാട്രിമോണി വഴി വന്നതാണ്, മലയാളിയാണ്. ലൈക്ക് അങ്ങനെ ഇറ്റലിയിലാണ്ട് എന്നെ വന്ന് മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഭയങ്കര പാവ ചെക്കനായിരുന്നു, അടിപൊളി നല്ല ചെക്കനായിരുന്നു കേട്ടോ. പക്ഷെ എനിക്കിങ്ങനെ ആ കുട്ടി പാവമായതുകൊണ്ട് തന്നെ ഈ കുട്ടീനെ എൻ്റെ അടുത്ത് അറ്റാച്ച്ഡ് ആവുക, കാരണം എനിക്ക് സമയം വേണം, എനിക്ക് സമയം എടുക്കാണ്ട് പറ്റില്ല. പക്ഷെ ഞാൻ ആ സമയം എടുക്കുമ്പോൾ ഇനി ഈ കുട്ടിക്ക് പ്രശ്നമാവുക എന്നുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് തോന്നുന്നില്ല. കാരണം എനിക്ക് എപ്പോഴും കുറേ ക്വസ്റ്റ്യൻസ് മാത്രമേ ഇപ്പോൾ എൻ്റെ മനസ്സിലുണ്ടാവാറുള്ളൂ, എപ്പോഴും ഈ റിലേഷൻ കല്യാണം എന്നൊക്കെ വരുമ്പം. ഇനി ഞാൻ കല്യാണം കഴിക്കുമോ എന്ന് ചോദിച്ചാൽ ഞാൻ കഴിക്കില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. റൈറ്റ് പേഴ്സൺ അറ്റ് ദ റൈറ്റ് ടൈം വന്നാൽ ഞാൻ എന്താണെങ്കിലും കഴിക്കും. ഓൾസോ ഞാൻ ഡേറ്റിംഗ് ആപ്പിലൊക്കെ നോക്കുന്നുണ്ട്. ഇഫ് യു ആർ അൺഎഡ്യൂക്കേറ്റഡ് ലെറ്റ് മീ എഡ്യൂക്കേറ്റ് യു. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഡേറ്റിംഗ് ആപ്പ് എന്ന് പറയുമ്പോൾ അയ്യോ ഡേറ്റിംഗ് ആപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ മാട്രിമോണിയും കൈൻഡ് ഓഫ് ഡേറ്റിംഗ് ആപ്പ് തന്നെയാണല്ലോ. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ആകെയുള്ളൊരു വ്യത്യാസം തോന്നുന്നത്, ഈ മാട്രിമോണിയിലാണെങ്കിൽ പാരൻസ് അവരുടെ പാരൻസിൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് നമ്മളുടെ അടുത്ത് വന്നിട്ട് നമ്മൾ മീറ്റ് ചെയ്യും. ഇനിയിപ്പം ഈ ഡേറ്റിംഗ് ആണെങ്കിൽ നമ്മൾ തന്നെ ഓക്കെ കുഴപ്പമില്ല എന്ന് കണ്ടിട്ട് നമ്മൾ തന്നെ പോയിട്ട് അവരെ മീറ്റ് ചെയ്ത് സംസാരിക്കും. ഈ ഒരൊറ്റ വ്യത്യാസം എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളൂ. ഈ ഡേറ്റിംഗ് ആപ്പും ഈ മാട്രിമോണിയൽ സൈറ്റ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ. അപ്പം ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റോറീസ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു ഗായ്സ്. എനിക്ക് ലൈക്ക് ഈ ഒരു ചാലഞ്ച് ഞാൻ ഏറ്റെടുത്തപ്പോൾ എങ്ങനെ പോസ്റ്റ് ചെയ്യും, എത്ര ദിവസം പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊന്നും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ബട്ട് 30 days ഞാൻ പോസ്റ്റ് ചെയ്തിരിക്കുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച്. ഞാനിപ്പോൾ ഈ പുതിയ അക്കൗണ്ടിലാണ് ഇനിയിപ്പോൾ ഇതൊക്കെ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ പുതിയ അക്കൗണ്ടിൽ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ഇടാമെന്ന് വിചാരിക്കുന്നു. ഞാൻ മറ്റേ അക്കൗണ്ടിൽ ജസ്റ്റ് ഡാൻസ് റിലേറ്റഡ് സ്റ്റഫിനായിട്ടും അല്ലെങ്കിൽ ട്രാവലോ എനിക്കറിയില്ല അങ്ങനെ എന്തെങ്കിലും മാറ്റി വയ്ക്കണമെന്ന് തോന്നുന്നു. കാരണം ഇതിങ്ങനെ രണ്ടും കൂടെ മിക്സ് ആകുമ്പോൾ കാണാനൊരു സുഖമില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എനിവേയ്സ്, എൻ്റെ ഈ പൊട്ട കഥകളൊക്കെ കേട്ട് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പം നമുക്കിനിയും നോക്കാം എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളുമായിട്ട് ഞാൻ വരുമോ എന്നുള്ളത്.
So, ഞാൻ മുന്നത്തെ വീഡിയോസ് പോസ്റ്റ് ചെയ്ത സമയത്ത് ഒരുപാട് മെസ്സേജസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിലുള്ള കുറേ ഗേൾസ് അവർ ഗോ ത്രൂ ചെയ്ത കുറേ കാര്യങ്ങൾ പറഞ്ഞ് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി ഗേൾസ് മാത്രമല്ല ചെക്കന്മാർക്കും കുറേ ഇതുപോലത്തെ എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ നമ്മുടെ പീസിനെ കോംപ്രമൈസ് ചെയ്യുന്ന ഒന്നും എനിക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. എൻ്റെ പീസാണ് എനിക്ക് ഏറ്റവും വലിയ സംഭവം. അതിനെ കോംപ്രമൈസ് ചെയ്തിട്ടുള്ള എത്ര വലിയ കാര്യങ്ങളാണെങ്കിലും എന്ത് റിലേഷൻഷിപ്സ് ആണെങ്കിലും ഫ്രണ്ട്ഷിപ്സ് ആണെങ്കിലും എന്താണെങ്കിലും ഒന്നും എനിക്ക് വേണ്ട. ഓക്കെ, അപ്പോൾ പിന്നെ ചില ആൾക്കാർ വിചാരിക്കും എന്താ പറയുക, ഇപ്പം ചില സ്യൂഡോ ഫെമിനിസ്റ്റൊക്കെ പറയുന്ന പോലെ അഡ്ജസ്റ്റ്മെൻറ്റ് പറ്റില്ല, അത് പറ്റില്ല, ഇത് പറ്റില്ല. പക്ഷെ അങ്ങനെയല്ല, ഞാൻ അതിലൊന്നും വിശ്വസിക്കുന്നില്ല. കാരണം നമ്മളിപ്പോൾ എന്തൊരു റിലേഷൻഷിപ്പ് ആണെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, കാരണം നമ്മൾ ഇപ്പം ഒന്നും വേണ്ട, ഇനി പാർട്ട്ണർ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ കൂടെ അപ്പം നമ്മളൊരു ഹോസ്റ്റലിൽ പോവാണ്, ഓക്കെ, നിങ്ങൾക്ക് റൂംമേറ്റ്സ് ഉണ്ട്, നിങ്ങൾ പല കാര്യങ്ങളും അവിടെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. കാരണം നമ്മൾ ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട്സിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. ഒന്നും വേണ്ട, ഒരേ പാരൻസ് വളർത്തിയ സിബ്ലിങ്സ് രണ്ട് രീതിക്ക് അല്ലേ അവരുടെ സ്വഭാവവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. പക്ഷെ നമ്മൾ ഒരു പാർട്ട്ണറെ ചൂസ് ചെയ്യുമ്പം എനിക്ക് മനസ്സിലായ കാര്യം കേട്ടോ ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ, ഞാൻ അങ്ങനെ റിലേഷൻഷിപ്പ് എക്സ്പേർട്ടൊന്നും അല്ല അഡ്വൈസ് ചെയ്യാനായിട്ട്. ബട്ട് സ്റ്റിൽ ഞാൻ പറയാണ്, എൻ്റെ കുറച്ച് അനാലിസിസും എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കണ്ടിട്ടുള്ളതും വെച്ചിട്ട് ഞാൻ പറയുകയാണ്, നമ്മൾ ഒരാളെ ചൂസ് ചെയ്യുമ്പം നമ്മൾ നോക്കേണ്ടത് ആ ഡിഫറൻസസ് നമുക്ക് ഓക്കെ ആണോ എന്നുള്ളതാണ്. അല്ലെങ്കിൽ എൻ്റെ പ്രോസ് ആൻഡ് കോൺസ് അവർക്ക് ഓക്കെ ആണോ എന്നുള്ളതാണ്. അല്ലാണ്ട് ഇപ്പോൾ ചിലർ അത് നല്ല കുട്ടിയാണ് അല്ലെങ്കിൽ അത് മോശം കുട്ടിയാണ്. ഈ മോശം നല്ലത് എന്ന് പറഞ്ഞിട്ടൊന്നും ക്വാണ്ടിഫൈ ചെയ്യാനുള്ള സംഭവമൊന്നും അല്ല. ഓക്കെ, ഞാൻ നോക്കുന്നത് ഈ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ എല്ലാം ഒരു റിലേഷൻഷിപ്പിൻ്റെ പാട്ടാണ്. പക്ഷെ ആ അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും നമ്മളെ മാറ്റുന്ന, നമ്മളല്ലാണ്ടാക്കുന്ന ഒരു സംഭവങ്ങൾ ആവാൻ പാടില്ല. അവിടെയാണ് പ്രശ്നങ്ങൾ വരിക. ഓക്കെ, സോ ലൈക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഈ റിലേഷൻഷിപ്പ് അഡ്വൈസ് തരാനുള്ള ആളൊന്നും അല്ല. കാരണം എനിക്ക് അത്ര, ഞാൻ പറഞ്ഞല്ലോ, റിലേഷൻഷിപ്സ് ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ബട്ട് സ്റ്റിൽ ഈ പറഞ്ഞ പോലെ തന്നെ എൻ്റെ പീസിനെ കോംപ്രമൈസ് ചെയ്യുന്ന ഒന്നും ഞാൻ നോക്കുന്നതല്ല. ഓക്കെ, സോ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ 30 days പോസ്റ്റിംഗ്. ഞാൻ ഇവിടെ ഈ ഒരു സീരീസ് നിർത്തുകയാണ്. ഇനി വേറെ വല്ല സംഭവങ്ങളൊക്കെ ആയിട്ട് ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഈ അക്കൗണ്ടിൽ കാണുന്നതായിരിക്കും. സോ നല്ല സപ്പോർട്ടായിരുന്നു എനിക്ക് ഇതിന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ. ചാവ് ചാവ്.